പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ആട്ടിൻ സൂപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മട്ടൻ സൂപ്പ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചെറിയുള്ളിയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുക്കറിലാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മട്ടന്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലുള്ള പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം എല്ലുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലത് എപ്പോഴും എല്ലുള്ള പീസുകളാണ്. അപ്പോൾ നമ്മുടെ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടിച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മട്ടൻ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് വെന്ത് വരണം. ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മട്ടനിലേക്ക് ഒന്ന് വറവിട്ടെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മട്ടൻ സൂപ്പ് വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്കിത് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മട്ടൻ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. നമ്മൾ കുടിക്കുമ്പോൾ കുറെ ഒന്നും കടിക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ഉള്ളിയും ഉലുവയും ഒന്നും കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടൊന്ന് അരിച്ചെടുത്ത ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മട്ടൻ പീസ് അരിപ്പയിൽ നിന്നും എടുത്ത് സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഒക്കെ രേഖപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.